ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയം 2 മോഡൽസിൻ്റെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം കാണിക്കുന്നത് ഈ ഒരു യെല്ലോ കളറിലുള്ള ടോപ്പിൻ്റെ ഡീറ്റെയിൽ ആണ്. അതായത് നമ്മൾ ഇതിനു മുൻപ് ഈ ഒരു ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെയിം അതേപോലെയല്ല ഇത് ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നെക്കിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഈ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് സെയിം നമ്മൾ ഇതിനു മുമ്പ് ഫസ്റ്റായിട്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന ഒരു ഗ്രേ കളർ ടോപ്പിൻ്റെ ഡീറ്റെയിൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഗോൾഡൻ കളറിലുള്ള നല്ലൊരു മെറ്റീരിയലും അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു ടോപ്പിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നെക്കൊന്നും നമ്മളിപ്പോൾ കട്ട് ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ളത് 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലിതാ എല്ലാ നെക്കുകളും ഇതുപോലെ കട്ട് ചെയ്യാതെ ഞാൻ സെറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സെറ്റായിട്ട് തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മെറ്റീരിയൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്, അതായത് നെക്കിൻ്റെ ആ ഭാഗത്തുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ആ മുമ്പത്തേൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ മുകളിൽ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ 4 ഇഞ്ച് നമുക്ക് ആ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ട ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തത് ഇതിൽ വന്നിരിക്കുന്നത് സ്ലീവ്സാണ്. അപ്പോൾ സ്ലീവ്സും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് സെൻറ്റർ ജോയിൻ ചെയ്യാനുള്ളതുണ്ടാകും, അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഒരു പീസും ഉണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് സ്ലീവ്സിലും താഴ്വശത്ത് പട്ട വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ മുമ്പ് കാണിച്ചത് ഹാഫ് സ്ലീവ് ആയിരുന്നു, പക്ഷേ ഇത് 3/4 സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്വശത്തും നമുക്ക് പട്ട വെച്ച് കൊടുക്കാനുണ്ട്. ആ പട്ട ഞാൻ ഇതിൽ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇനി അടുത്തത് ഇതിൽ നോക്കാനുള്ളത് ക്രോസ് പീസുകളാണ്. അപ്പോൾ നമുക്ക് തരുമ്പോൾ തന്നെ അതിൽ സെറ്റായിട്ട് തന്നെ ക്രോസ് പീസുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എത്ര ഇഞ്ചിലാണോ ക്രോസ് പീസ് വേണ്ടത് അത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്യുക. 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.25 ഇഞ്ച് വരെയൊക്കെ ക്രോസ് പീസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ക്രോസ് പീസുകൾ ഇതിലുണ്ടാകും കേട്ടോ. കാരണം ഇത് കട്ട് ചെയ്ത് ബാലൻസ് പീസാണല്ലോ ഉണ്ടാകുക. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇതിൽ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തത് ഇതിൽ വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ബാക്ക് പീസുമാണ്. അപ്പോൾ ഇത്രയാണ് ടോപ്പിൽ വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ടോപ്പ് വിത്ത് ഷോളാണ് കേട്ടോ വരുന്നത്. സെയിം ഇതേ മെറ്റീരിയലിൽ തന്നെ ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഷോൾ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഷോളിൻ്റെ 2 സൈഡും നമുക്ക് ഓരോ ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യും വേണം. അതുപോലെ തന്നെ ഷോളിൻ്റെ വീതി ആ ഭാഗത്ത് നമുക്ക് ഈ കാണുന്നത് പോലെ പട്ട കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. മുമ്പ് ചെയ്ത സെയിം അതേ മോഡലിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടേണ്ടെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നത്. ഈ ടോപ്പിൻ്റെ നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ഭാഗവും സെയിം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതായത് ടോപ്പിൻ്റെ ഏറ്റവും താഴ്വശത്ത് കൂടി നമ്മൾ ബോർഡ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പട്ടയായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ആ പട്ടൻ്റെ അളവ് കണക്കാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ഇതിൽ തന്നെ നമുക്ക് ആ ഒരു സൈഡ് ചെറിയൊരു ബോർഡ് വരുന്നുണ്ടല്ലോ, അത് നോക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നിനും ആവശ്യത്തിനുള്ള പട്ട കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പട്ട വെച്ച് കൊടുക്കുന്നത് ടോപ്പിൻ്റെ താഴ്വശത്തും അതുപോലെ സ്ലീവ്സിൻ്റെ താഴ്വശത്തും പിന്നെ എക്സ്ട്രാ ഇപ്പോൾ ഒന്നും കൂടി വന്നിരിക്കുന്നത് ഷോളിലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഷോളിൻ്റെ 2 സൈഡും വീതി കണക്കാക്കിയിട്ട് നമുക്ക് പട്ട ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഒന്നുകൂടി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഈ വെൽഡിങ് നടക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഇറിറ്റേഷനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ വീടിൻ്റെ തൊട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്ന ഇപ്പോഴത്തെ വീട്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നല്ല സൗണ്ട് തന്നെ ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഇതിൻ്റെ അരികവശത്തായിട്ട് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴത്തേക്കായിട്ട് പ്ലെയിനായിട്ട് ഒരു ഭാഗം 4 ഇഞ്ചിലുണ്ടാകും. അതായത് നമ്മൾ നെക്കിലൊക്കെ കണ്ടില്ലേ ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഉണ്ടാകും ഇതിലും. നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഓരോ പീസും കട്ട് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ അതവർ തരുമ്പോൾ തന്നെ പറയും വീതി കൂടിയതാണ് നമുക്ക് ഷോളിൻ്റെ അറ്റത്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ വീതി കുറഞ്ഞതാണ് നമ്മൾ ടോപ്പിൻ്റെ താഴ്വശത്ത് വെക്കേണ്ടതെന്നൊക്കെ അവർ ഡീറ്റെയിലായി പറഞ്ഞ് തന്ന് മോഡലൊക്കെ കാണിച്ച് തന്നിട്ടായിരിക്കും കേട്ടോ നമ്മളുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഷോളായിട്ട് വരുന്ന മെറ്റീരിയൽ. അപ്പോൾ സെയിം ടോപ്പിനടുത്തിരിക്കുന്ന അതേപോലത്തെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്തിട്ട് അവർ തരുമെങ്കിലും ഇടയിലൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ഷോളിലും അതുപോലെ ഒരു കട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ചില പീസിലൊക്കെ ഡാമേജുകളൊക്കെ ഉണ്ടാകും കേട്ടോ. ഡാമേജ് പറഞ്ഞാൽ ഒരുപാട് വലിയ രീതിക്കല്ല, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓരോ പീസും നമ്മൾ ഇതുപോലെ ഷോള് കട്ട് ചെയ്തെടുത്തിട്ട് വീതി കണക്കാക്കിയിട്ട് വേണം കേട്ടോ പട്ട വെച്ച് കൊടുക്കാൻ. നീളത്തിൻ്റെ ഭാഗത്ത് പട്ട വയ്ക്കേണ്ട ആവശ്യമില്ല, രണ്ട് സൈഡും വീതിയുള്ള ഭാഗത്താണ് പട്ട വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നീളം ഭാഗം രണ്ട് സൈഡും ഓരോ ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം വേണം വീതിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പതിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. വീതിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ പട്ട വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് കൂടി സൈഡിലൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പതിച്ച് അടിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കിയ ശേഷമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയ്ക്ക് കയറണം. നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ പറഞ്ഞതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി നമ്മൾ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരിയും കൂടി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മട്ടരിയാണ് ഇവിടെ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കളറൊന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ട് ആ മുകളിലുള്ള കളർ ഉണ്ടാവുമല്ലോ അതൊന്ന് ജസ്റ്റ് ഇളകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കും. അതുപോലെ ഇന്ന് കട്ട്ള മീനായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നേരാക്കിയിട്ട് തന്നെയാണ് മീൻകാർ തന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് മുളക് കറി വെക്കണം. അതുപോലെ ഇക്ക വരുമ്പോൾ വാഴയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ റെഡിയാക്കുന്നത്. അതുപോലെ വെണ്ടയ്ക്കയും കൂടി ഒന്ന് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക നമ്മളിതാ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത് ഉച്ചയ്ക്ക്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പണികൾ നീങ്ങുകയില്ല. പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒരു പണി ഇല്ലെങ്കിലും നമ്മുടെ പണികൾ എത്ര ചെയ്തിട്ടും നീങ്ങാത്ത പോലെ തോന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റും ഭയങ്കര ക്ഷീണവും അതുപോലെ തന്നെ ചൂടും കൊണ്ട് നമുക്ക് ഭയങ്കര ഇടങ്ങാറായിട്ടുള്ളൊരു ക്ലൈമറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇതുപോലെ തണുത്ത സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുക, അതുപോലെ വെള്ളം കലക്കി കുടിക്കുക കേട്ടോ. നമ്മൾ നമ്മുടെ ശരീരം കൂടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ വീട് കുടുംബം എന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളരിക്ക ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഉപ്പും മുളകും ഇട്ടിട്ട് നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ മോൾ അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ അതെടുത്ത് കഴിക്കുകയാണ്. ഇനി ഇതും കൂടി എടുത്തിട്ട് നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഇടയിൽ ഇത് കഴിക്കുകയും ചെയ്യാം, നമുക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്ന പീസുകൾ. അതായത് നമ്മൾ മുമ്പ് ചെയ്ത് കൊടുത്ത അതേ സെയിം മോഡൽ തന്നെയാണ്. സെയിം മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ ആ ഒരു സെയിം മോഡൽ തന്നെയാണ്. പക്ഷേ ഈ ഫ്രണ്ടിൽ നെക്കിൻ്റെ അവിടെ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. അതായത് നമ്മൾ സ്ക്വയർ ആയിട്ടായിരുന്നു ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പത്തെ വീഡിയോയിൽ. പക്ഷേ ഇതിൻ്റെ യോക്കിൻ്റെ അതായത് നെക്കിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് ചെറുതായിട്ടൊരു മാറ്റമുണ്ട് കേട്ടോ. അതായത് ഡിസൈനിലൊന്ന് മാറ്റമുണ്ട്. നമ്മൾ ആ വെച്ച് കൊടുക്കുന്ന പീസ് ഉണ്ടല്ലോ അത് നമ്മൾക്ക് അവരൊരു മോഡൽ അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയെല്ലാതും സെയിം നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ്. അതായത് കയ്യും താഴ്വശത്ത് വയ്ക്കുന്ന പട്ടിയൊക്കെ സെയിം അതുപോലെ തന്നെയാണ്. ഇതിൽ ഷോളൊന്നും വരുന്നില്ല കേട്ടോ, ജസ്റ്റ് ടോപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ കളർ ചേഞ്ച് ആണ് കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തത് ഒരു മെറൂൺ കളറിലും അതുപോലെ വേറൊരു കളറിലും ആയിരുന്നു. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ബ്രൗൺ കളറിലാണ്. പിന്നെ അത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നെക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ സൈഡിലൂടെയും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ സൈഡിലൂടെയും വേണം 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇടുമ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞുതരാം.
അപ്പോൾ നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് വീണ്ടും വീഡിയോ എടുക്കാനായിട്ട് പോയത്. അപ്പോൾ വീഡിയോൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് അതവിടെ സെറ്റാക്കി മാറ്റി വെച്ച ശേഷമാണ് കേട്ടോ വീണ്ടും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കൂടി റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴത്തെ പണികളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാനിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മീൻ മുളകിടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുപോലെ പച്ചമുളക് നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് മീൻ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്നും ഈ സ്റ്റിച്ചിങ്ങും ഡീറ്റെയിലും കാര്യങ്ങളും മാത്രം പറയാണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുക്കിംഗ് കൂടി ആഡ് ആക്കിയത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2-3 പീസ്, അതായത് സെൻറ്റർ പീസ് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക, അതായത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഈ തലയും വാലും അതുപോലെ ചെറിയ 2-3 പീസുകൾ എടുത്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ മുളകിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു മുളക് കറി നമ്മൾ റെഡിയാക്കിയാലും നമുക്ക് ഇന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നാളേക്ക് കഴിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ മീൻ കറി ആണെങ്കിൽ നമുക്ക് എപ്പോഴും, അതായത് ഇപ്പോൾ തേങ്ങരച്ച കറിയാണെങ്കിലും മുളക് കറിയാണെങ്കിലും പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് കേട്ടോ അതിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നത്. ഇനി നമ്മൾ വാഴയ്ക്കെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ട് അതുപോലെ ഉപ്പേരിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞ വെള്ളത്തിൽ, അതായത് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ വേണം നമ്മൾ വാഴയ്ക്ക കഴുകിയിട്ട് ഇടുമ്പോൾ തന്നെ ഇടാനായിട്ട്, എങ്കിലാണ് അതിൻ്റെ കറകളൊക്കെ പോയി കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഉള്ളിയും പച്ചമുളകും ഇട്ട് നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കാണിച്ചത്. ഓർഡർ കിട്ടിയതും അതുപോലെ ഫുഡ് ഉണ്ടാക്കിയതും അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ 3 മണി അല്ലെങ്കിൽ 3:30 ആ ടൈമിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.